Hi everyone, welcome back to National Institute of Montessori Teachers Training Center, കോതമംഗലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളുമാണ്. മറ്റു ശാസ്ത്രശാഖയെ പോലെ തന്നെ മനഃശാസ്ത്രത്തിനും പല തരത്തിലുള്ള അല്ലെങ്കിൽ സത്യാന്വേഷണത്തിനും തനതായ രീതികളിലും മറ്റു ഉപാധികളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇത്തരം മനഃശാസ്ത്ര ഗവേഷണത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രീതികളും ഉപാധികളുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ആത്മനിഷ്ഠ രീതി. ആത്മനിഷ്ഠ രീതി എന്ന് പറഞ്ഞാൽ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ളതാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ എന്ന വരുന്ന വാക്ക് രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇൻട്രോ ആൻഡ് സ്പേസ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ കൂടി ചേരുമ്പോഴാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇൻട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻവേർഡ് ഓർ വിത്തിൻ എന്നും സ്പേസർ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലുക്ക് അറ്റ് എന്നുമാണ്. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിംഗ് ഓർ തോട്ട്സ്. ഇൻട്രോസ്പെക്ഷൻ മീൻസ് ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓർ തോട്ട്സ്, അതായത് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കി ാണ് ഇതിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ആഴ്ന്ന് ഇറങ്ങുന്ന ഒരു രീതിയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഒരാൾ സ്വന്തം മാനസിക അസ്വസ്ഥതയെയും അല്ലെങ്കിൽ മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലനം വിധേയമാക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വില്യം വോൺ, എഡ്വാർഡ് റിച്നർ എന്നിവരാണ് ഈ രീതിയുടെ പ്രമുഖ വക്താക്കൾ. അതായത് ഈ ഒരു രീതി, ആത്മനിഷ്ഠ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ രീതി കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് സൈക്കോളജിസ്റ്റാണ് വില്യം വോണ്ടും എഡ്വേർഡ് റിച്നർ എന്ന് പറയുന്ന രണ്ട് സൈക്കോളജിസ്റ്റുകളാണ്. ഈ രീതി ആദ്യമായി ഉപയോഗിച്ചത് വൂണ്ട് ആണെങ്കിലും ഇതിനെ കൂടുതൽ ശാസ്ത്രീയമായി തെളിയിച്ചത് എഡ്വാർഡ് റിച്നറാണ്. സ്വാഭാവികതയും അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലുള്ള നിർവഹണ സാധ്യതയും ഈ രീതിയുടെ സവിശേഷതകളാണ്. വിശ്വാസ്യത, ശാസ്ത്രീയത എന്നീ ഘടകങ്ങൾ വേണ്ടത്രയുണ്ടെന്ന് പറയാൻ കഴിയാതെ പോയി. കുട്ടികളിലും അസാധാരണ മാനസിക അവസ്ഥകൾ ഉള്ളവരിലും ഈ രീതി പ്രായോഗികമാവുകയില്ല. അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ, എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ഒരു കാരണം നമ്മുടെ മനസ്സിൽ എന്താണോ ഒന്ന് അവകലനം ചെയ്യണം അല്ലേ. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങണം എന്തൊക്കെ സംഭവിച്ചു എന്നാണ്. അപ്പം ഈ ഒരു രീതിയെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയണേ ആത്മനിഷ്ഠ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വേർഡിൽ പറയാവുന്നതാണ് ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓർ തോട്ട്സ്. ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓർ തോട്ട്സ് എന്നുള്ളത്. അടുത്തതാണ് നിരീക്ഷണ രീതി. നിരീക്ഷണ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. നിരീക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സർവേഷൻ. അപ്പം നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ ആണ് നമ്മൾ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് നമ്മൾ എന്തോന്ന് പറയണേ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഇതിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തത്സമയം തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നു. അതായത് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവ പഠനത്തെക്കുറിച്ച് നമ്മൾ നിരീക്ഷിക്കുന്നു. ആധുനിക കാലത്ത് നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒട്ടേറെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ലഭ്യമാണ്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അത് പരോക്ഷ നിരീക്ഷണം, അതായത് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്നും, നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുമ്പോൾ അത് ഭാഗഭാഗിത്വ നിരീക്ഷണം, അതായത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും ആവുന്നു. അതായത് രണ്ട് തരത്തിലുള്ള ഒബ്സർവേഷൻസ് ആണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ഇൻഡയറക്റ്റ് ഒബ്സർവേഷനും പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും ആണ് നടക്കുന്നത്. നിരീക്ഷണം ഫലപ്രദമാക്കണമെങ്കിൽ കൃത്യമായി നമ്മൾ ആസൂത്രണം ചെയ്യണം. ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം. അപ്പോൾ ഉപകരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറ, ടേപ്പ്, പട്ടികകൾ, ഇതെല്ലാമാണ് നമ്മൾ ഉപകരണങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. നിരീക്ഷകൻ്റെ മികച്ച വൈദഗ്ധ്യം, വസ്തുനിഷ്ഠമായ സമീപനം തുടങ്ങിയാണ് നമ്മൾക്ക് നിരീക്ഷണം ഫലപ്രദമാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അത് ആസൂത്രണം ചെയ്യണം. അതായത് നമ്മളത്
കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്യണം, ആസൂത്രണം ചെയ്യണമാണ്. അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ ഉറപ്പ്, അത് ഉപകരണങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ അവർക്കുടെ വൈദഗ്ധ്യം, അതായത് നിരീക്ഷകൻ്റെ വൈദഗ്ധ്യം, ഇതെല്ലാം എന്താണ് നമുക്ക് ഈ നിരീക്ഷണം ഫലപ്രദമാക്കാൻ ആവശ്യമാണ്. ഒബ്സർവേഷൻ മെത്തേഡ് കറക്റ്റായിട്ട് ചെയ്യാമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ്. ഇനി തന്നെ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങളുടെ ഉയർന്ന വിശ്വസ്തത നിരീക്ഷണ രീതിയുടെ മേന്മയാണെങ്കിൽ പോലും യോഗ്യതയുള്ള നിരീക്ഷകരുടെ കുറവും പക്ഷപാതിത്വവും വിവരങ്ങളുടെ ശേഖരണ വൈഷമ്യവും പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒബ്സർവേഷൻ മെത്തേഡിൻ്റെ ഒരു ഡീമെറിറ്റാണ് പറയുന്നത്. അതായത് ഡീമെറിറ്റ് എന്ന് പറഞ്ഞേക്കാണെങ്കിൽ എന്താണ്, നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന നിരീക്ഷകൻ, അതായത് നിരീക്ഷിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയുടെ ആശ്രയിച്ചിരിക്കും എന്താ അതിൻ്റെ അവർ കറക്റ്റായിട്ടുള്ള വിവരം എടുക്കുന്നത് എന്താ ഫാൾസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉണ്ട്. അപ്പം രണ്ടാമത്തെ രീതിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിരീക്ഷണ രീതി അഥവാ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ രീതിയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷണം. അപ്പം അടുത്താണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. എന്താണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. 1879 ജർമ്മനിയിൽ ലീപ്സിഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച വില്യം വൂൺ തന്നെയാണ് പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. അപ്പോൾ ആരാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? വില്യം വൂൺ ആണ്. അതെന്തുകൊണ്ടാണ്? ജർമ്മനിയിലെ ലീപ്സിഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച വില്യം വൂൺ തന്നെ പരീക്ഷണ രീതിക്ക് പ്രചാരം നേടിക്കൊടുത്ത. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും അതായത് സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നടക്കുന്നത്. പരീക്ഷകന് സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കാനും നിരീക്ഷിക്കാനും കഴിയുന്നതാണ്. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളെ എങ്ങനെ പരീക്ഷണ രീതിയിൽ ഇപ്പോൾ അതായത് ഒബ്സർവർക്ക് അല്ലെങ്കിൽ നിരീക്ഷകന് എന്താണ് ആ ഒരു രീതിയിൽ വരുന്ന അവർക്കുടെ സാഹചര്യങ്ങളും അത് മറ്റു വ്യവസ്ഥകളും ഒക്കെ മാറ്റാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. ദെൻ അടുത്താണ് അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ചോദ്യ വിവരണം അല്ലെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അതല്ലാതെ നടത്തുന്ന സംഭാഷണത്തിനെയാണ് നമ്മൾ എന്തെന്ന് അഭിമുഖം അഥവാ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കാനുള്ള ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുള്ള അഭിമുഖക്കാരൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വിജയം എന്ന് പറയുന്നത്. അഭിമുഖം പൊതുവെ 2 തരമുണ്ട്. അതായത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ സുഘടിതവും അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഘടിതമല്ലാത്തതുമാണ്. അങ്ങനെ 2 തരത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അഭിമുഖം നടക്കുന്നത്. വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും ചികിത്സയിലും ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ പൊതുജനാഭിപ്രായം, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ മാനുഷ്യ ശാസ്ത്രജ്ഞന്മാർ ഈ രീതിയിൽ കൂടുതൽ ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ അവരാണ് ഈ പറയുന്ന രീതി, അതായത് ഇൻ്റർവ്യൂ അഭിമുഖങ്ങൾ മെയിനായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പൊതുജനാഭിപ്രായ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞന്മാരുമാണ് കൂടുതലായിട്ടും ഇൻ്റർവ്യൂ മെത്തേഡ്സ് യൂസ് ചെയ്ത് വരുന്നത്. സാഹചര്യാനുസൃത ഭേദഗതിയുള്ള സാധ്യതയും വിശദീകരണ സാധ്യതയുണ്ടെങ്കിലും വിഷയ വ്യതിചലനവും സമയനഷ്ടവും കൃത്രിമ സാഹചര്യങ്ങളും ചോദ്യകർത്താവിൻ്റെ താല്പര്യങ്ങളും മറ്റും പലപ്പോഴും ഈ രീതിയുടെ അതായത് ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാഹചര്യാനുസൃത ഭേദഗതികൾക്കുള്ള സാധ്യത, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അവിടെ വരുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ വിശദീകരണം കൊടുക്കാൻ വിഷയത്തിൽ വരുന്ന വ്യതിചലനം, ഇതെല്ലാം കൃത്രിമ സാഹചര്യ നിർമ്മാണം, ഇതെല്ലാം എന്താണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആണെന്ന് പറയാം. ഇനി അടുത്ത മെത്തേഡാണ് നമ്മുടെ സർവേ മെത്തേഡ്. സർവേ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവവിഷയത്തെ പഠിപ്പിക്കാൻ ഈ രീതി വളരെ സഹായമാണ്. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തടത്ത് സർവേ രീതി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. സ്വാഭാവിക സാഹചര്യങ്ങളിൽ വലിയൊരു ഗ്രൂപ്പിൽ നിന്ന് വിവരശേഖരണമാണ് സർവേ
ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനങ്ങളിലെത്താൻ തുടങ്ങിയ ഘട്ടങ്ങൾ സർവേയിലുണ്ട്. അപ്പോൾ സർവേയിൽ വരുന്ന വരുന്ന ഘട്ടങ്ങളാണ് എന്തെല്ലാം? ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനങ്ങളിലെത്തുക എന്ന് പറഞ്ഞത്. ഇതിന് അടുത്തത് ക്ലിനിക്കൽ മെത്തേഡ്. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണി എന്താ? ക്ലിനിക്കൽ രീതി, അതായത് ഇത് അധികവും യൂസ് ചെയ്യുന്നത് മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമാണ് നമ്മൾ ക്ലിനിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് വൈദ്യശാസ്ത്ര മാർഗങ്ങളിലൂടെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നത്. ലൈറ്റ്നർ വിറ്റ്മർ ആണ് ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായി അവതരിപ്പിച്ചത്. പിന്നീട് ഫ്രോയിഡ്, ആഡ്ലർ, എന്നിവരും ഫലപ്രദമായി ഉപയോഗിച്ചു വന്നിരുന്നു. അതായത് ക്ലിനിക്കൽ പശ്ചാത്തലത്തിൽ വ്യക്തികളുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുക എന്നതാണ് ക്ലിനിക്കൽ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വ്യക്തിയുടെ അസ്വാഭാവിക പ്രശ്നങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എന്ത്? ക്ലിനിക്കൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആദ്യമായി കൊണ്ടത് ലൈറ്റ്നർ വിറ്റ്മർ ആണ്. ഇനി